ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് സെൻസേഴ്സാണ്. ആദ്യത്തത് ഒപ്റ്റിക്കൽ എൻകോഡേഴ്സ് എന്ന് പറയുന്ന സെൻസറും പിന്നെയുള്ളത് ഈ ന്യൂമാറ്റിക് സെൻസേഴ്സ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് സെൻസേഴ്സും. ഈ ന്യൂമാറ്റിക് സെൻസേഴ്സ് പ്രോക്സിമിറ്റി സെൻസർ എന്ന ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് വരുന്ന സെൻസറാണ്. അതായത് പ്രോക്സിമിറ്റി, അതിൻ്റെ ഈ സെൻസറിൻ്റെ കവറേജ് ഏരിയയിൽ അല്ലെങ്കിൽ പ്രോക്സിമിറ്റിയിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടോ, എന്തെങ്കിലും എക്സ്റ്റേണൽ ബോഡി ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാനുള്ള സെൻസറിനാണ് ന്യൂമാറ്റിക് സെൻസേഴ്സ് എന്ന് പറയുന്ന, പ്രോക്സിമിറ്റി സെൻസേഴ്സ് എന്ന് പറയുന്ന. അത് ന്യൂമാറ്റിക് ടെക്നോളജി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന സെൻസറാണ് ഈ ന്യൂമാറ്റിക് സെൻസേഴ്സ്. നമുക്ക് ആദ്യം ഈ ഒപ്റ്റിക്കൽ എൻകോഡേഴ്സ് എന്ന് പറയുന്ന സെൻസറിനെ പറ്റി പഠിക്കാം. ഈ ഒപ്റ്റിക്കൽ എൻകോഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ഒരു ഡിജിറ്റൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസസിനെയാണ് എൻകോഡേഴ്സ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിജിറ്റൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സിനെയാണ് അല്ലെങ്കിൽ ഡിവൈസസിനെയാണ് എൻകോഡേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഒപ്റ്റിക്കൽ ടൈപ്പ് ഓഫ് എൻകോഡേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒപ്റ്റിക്കൽ എൻകോഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്സ്, നമ്മുടെ ലൈറ്റിൻ്റെ പ്രിൻസിപ്പിൾ ബേസ് ചെയ്താണ് ഈ എൻകോഡേഴ്സ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഒപ്റ്റിക്കൽ എൻകോഡേഴ്സ് എന്ന് പറയുന്നത്. ബേസിക്കലി ഈ ഒപ്റ്റിക്കൽ എൻകോഡേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഇൻക്രിമെൻ്റൽ എൻകോഡേഴ്സും പിന്നെ അബ്സല്യൂട്ട് എൻകോഡേഴ്സും. ഇൻക്രിമെൻ്റൽ എൻകോഡറും അബ്സല്യൂട്ട് എൻകോഡറും, ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ഒപ്റ്റിക്കൽ എൻകോഡേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ ആദ്യം നമുക്ക് ഇൻക്രിമെൻ്റൽ എൻകോഡർ എന്ന് പറയുന്ന ടൈപ്പ് നമുക്ക് പഠിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാനാണ് എൻകോഡേഴ്സ് ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ പഠിക്കുന്നത് ആക്ച്വലി ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റും മെഷർ ചെയ്യാനുള്ള എൻകോഡേഴ്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഈ രണ്ട് ടൈപ്പും, ഇൻക്രിമെൻ്റൽ ആയിരുന്നാലും അബ്സല്യൂട്ട് ആയിരുന്നാലും, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് അതായത് എത്ര ആംഗിൾ അത് റൊട്ടേറ്റ് ചെയ്തു, ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു, ആ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള എൻകോഡേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ ഇൻക്രിമെൻ്റൽ എൻകോഡർ എന്ന് പറഞ്ഞാൽ, ഇൻക്രിമെൻ്റൽ എൻകോഡറിന് ഒരു റെഫറൻസ് പോയിന്റ് കാണും, ഒരു ഡാറ്റം പൊസിഷൻ കാണും. ആ റെഫറൻസ് പൊസിഷനിൽ നിന്നും എത്ര ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി എന്നുള്ള ഔട്ട്പുട്ട് തരുന്നതിനാണ് ഇൻക്രിമെൻ്റൽ എൻകോഡേഴ്സ് ഉപയോഗിക്കുന്നത്. ഒരു ഡാറ്റം പൊസിഷൻ കാണും, അതായത് റെഫറൻസ് പൊസിഷൻ കാണും. അതിൽ നിന്ന് എത്ര ആംഗിൾ അത് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി എന്ന് ഡിക്റ്റേറ്റ് ചെയ്യുന്ന എൻകോഡേഴ്സിനെയാണ് ഇൻക്രിമെൻ്റൽ എൻകോഡർ എന്ന് പറയുന്നത്. അതേസമയം അബ്സല്യൂട്ട് എൻകോഡർ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് പൊസിഷനിൽ നിന്നും എത്ര ആംഗുലാർ ഡിസ്റ്റൻസ് മാറി, അവിടെ ഒരു റെഫറൻസ് പോയിന്റ് അല്ലെങ്കിൽ ഡാറ്റം പൊസിഷൻ ഒന്നുമില്ല. പ്രീവിയസ് പൊസിഷനിൽ നിന്ന്, നേരത്തെ സ്റ്റാർട്ട് ചെയ്ത ആ പൊസിഷനിൽ നിന്നും എത്ര ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു എന്ന ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയുള്ള എൻകോഡേഴ്സിനാണ് അബ്സല്യൂട്ട് എൻകോഡേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഡാറ്റം പൊസിഷൻ ഒന്നുമില്ല, അത് നിങ്ങൾക്ക് തിരിഞ്ഞു പോകാതെ സൂക്ഷിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇൻക്രിമെൻ്റൽ എൻകോഡേഴ്സ് നോക്കാം. ഈ ഇൻക്രിമെൻ്റൽ എൻകോഡറിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സംഭവങ്ങളാണ്. ഒന്ന് ഈ ഒരു ഡിസ്ക് ആണ്. ആ ഡിസ്കിൽ കുറച്ച് സെറ്റ് ഓഫ് ഹോൾസ് കാണും. ഇതിൽ ഒരു ട്രാക്ക് ഓഫ് ഹോൾസ് ആണ് ഇതിലുള്ളത്. അതായത് ഒരു ട്രാക്കിൽ തന്നെ ഒരുപാട് ഹോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ സിംപ്ലിഫൈ ചെയ്ത് ആയതുകൊണ്ടാണ് ഈ ഒരു ട്രാക്ക് മാത്രം വരച്ചിട്ടുള്ളത്. സാധാരണ ആക്ച്വലായിട്ടുള്ള എക്യുപ്മെൻറ്റിൽ സാധാരണ ഒന്നിൽ കൂടുതൽ ട്രാക്ക് കാണും. കോമൺ ആയിട്ട് സാധാരണ 3 ട്രാക്ക് ഓഫ് ഹോൾസ് ആണ് സാധാരണ ഇൻക്രിമെൻ്റൽ എൻകോഡേഴ്സിലുള്ള ഡിസ്കിലുള്ളത്. ഇതിൽ ഒരു ട്രാക്കേ ഉള്ളൂ, പക്ഷേ സാധാരണ 3 ട്രാക്ക് വരെ കാണും. 3 ട്രാക്ക് ഉണ്ടെങ്കിലേ കറക്റ്റായിട്ട് അത് മെഷർ ചെയ്യാനൊക്കത്തുള്ളൂ. ഫിഗർ വരയ്ക്കുമ്പോൾ ബാക്കി ഇന്ന പൊസിഷനിലുള്ള 2 ട്രാക്ക് ഒഴിവാക്കി എന്നേ ഉള്ളൂ. ഇവിടെ ഈ ഡിസ്കിൽ ഒന്നിൽ കൂടുതൽ ട്രാക്സ് കാണും. അതിൽ സെറ്റ് ഓഫ് ഹോൾസ് ഇതിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്തിരിക്കും. ഈ ഡിസ്കിൻ്റെ സൈഡ് വ്യൂ ആണെന്ന് പറയാം. ഈ കാണുന്നത് ഈ ഡിസ്കിൻ്റെ ഒരു സൈഡിൽ LED കൊടുത്തിട്ടുണ്ട്, അതായത് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള ഒരു ബൾബ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ, ഈ ഡിസ്കിൻ്റെ അതർ സൈഡിലായിട്ട് ലൈറ്റ് സെൻസ് ചെയ്യാൻ, അതായത് ഈ ഹോളിൽ കൂടെ ഈ LED എന്നുള്ള ലൈറ്റ് ഈ ഹോളിൽ കൂടെ അകത്ത് കയറി ഇപ്പുറത്ത് എത്തണം. എത്തുന്ന ആ ലൈറ്റിനെ സെൻസ് ചെയ്യാനുള്ള ലൈറ്റ് സെൻസറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഒരു ട്രാക്കിലുള്ള ഹോൾസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു LED ഒരു ലൈറ്റ് സെൻസറും മാത്രമേ ഉള്ളൂ. പക്ഷേ ആക്ച്വൽ കേസിൽ ഞാൻ പറഞ്ഞു ഒന്നിൽ കൂടുതൽ ട്രാക്ക് കാണും. കോമൺ ആയിട്ട് സാധാരണ 3 ട്രാക്ക് ഓഫ് ഹോൾസ് ആണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 LED കാണും. അത് സെൻസ് ചെയ്യാനായിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് 3 ലൈറ്റ് സെൻസേഴ്സ് ഇവിടെ കാണും. ഇവിടെ ഇപ്പോൾ ഓരോന്ന് വെച്ചേ വരച്ചിട്ടുള്ളൂ. ഓക്കെ, സംഭവം എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കമ്പോണൻറ്റിൻ്റെ അല്ലെങ്കിൽ എന്തൊരു ഡിവൈസ് എത്ര അല്ലെങ്കിൽ കമ്പോണൻ്റ് അല്ലെങ്കിൽ പാർട്ട്
എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു, എത്ര ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി എന്നാണ് കണ്ടെത്തേണ്ടത്. അതിന് ആ കമ്പോണൻറ്റ് ഈ ഡിസ്കുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കും, ഈ ഡിസ്കുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. ആ കമ്പോണൻറ്റ് മൂവ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ തന്നെ ഈ ഡിസ്കും കൂടെ റൊട്ടേറ്റ് ചെയ്യും. ആ കമ്പോണൻറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ആ കമ്പോണൻറ്റ് ഉണ്ടാകുമ്പോൾ അതേ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെ ഈ ഡിസ്കിനും ഉണ്ടാകും. രണ്ടും ലിങ്ക് ചെയ്തിരിക്കും, രണ്ടും ജോയിൻ ചെയ്തിരിക്കും. അതായത് ആ കമ്പോണൻറ്റ്, ഏത് കമ്പോണൻറ്റ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണോ മെഷർ ചെയ്യേണ്ടത് ആ കമ്പോണൻറ്റ് ഈ ഡിസ്കുമായിട്ട് ജോയിൻ ചെയ്തിരിക്കും. ആ കമ്പോണൻറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പം കൂടെ ഈ ഒരു ഡിസ്കും കൂടെ റൊട്ടേറ്റ് ചെയ്യും. ഇവിടെ ചെയ്യുന്ന സംഭവം എന്തെന്ന് വെച്ചാൽ ഈ ഹോളിൽ കൂടെ കടന്നു വരുന്ന ലൈറ്റിനെ കൗണ്ട് ചെയ്യുക എന്ന ഫംഗ്ഷൻ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. ഈ LED ലൈറ്റ് എപ്പോഴും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും, ലൈറ്റ് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ ഹോൾസിൽ കൂടെ ലൈറ്റ് ഇപ്പുറത്ത് ലൈറ്റ് സെൻസറിലോട്ട് എത്തിക്കൊണ്ടിരിക്കും. ഇവിടെ ഇപ്പം സപ്പോസ് ഇപ്പം ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നു, ഒരു 90 ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ LED ഈ ലൈറ്റ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഡിസ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് കരുതുക. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ നിന്ന് ഈ ലൈറ്റ് ഈ ഹോളിൽ കൂടെ കയറി ലൈറ്റ് സെൻസറിൽ എത്തുന്നു. അടുത്ത പൾസേറ്റിംഗ് ആയിട്ടുള്ള ലൈറ്റ്, പൾസേറ്റിംഗ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഇവിടെ ഉണ്ടാവും. ഈ ഒരു ഹോളിൽ കൂടെ ലൈറ്റ് സെൻസറിലെത്തും. അടുത്ത വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഹോളിൽ കൂടെ ലൈറ്റ് അപ്പുറത്തെത്തും, ഈ ഹോളിൽ കൂടെ ലൈറ്റ് അപ്പുറത്തെത്തും. അപ്പോൾ ഈ ലൈറ്റിൻ്റെ ഈ പൾസേറ്റിംഗ് ആയിട്ടുള്ള ലൈറ്റ് ഇവിടെ എത്തുന്നത് അത് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇത് എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു, അതായത് എത്ര ഹോളിൽ കൂടെ ലൈറ്റ് ഇപ്പുറത്തെത്തി എന്ന് കൗണ്ട് ചെയ്താൽ മതി. എത്ര ആംഗിൾ അത് ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്തു എന്ന് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഇപ്പം 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ലൈറ്റ് ഇവിടെ കൂടെ കടന്ന് ലൈറ്റ് സെൻസറിലെത്തും, പിന്നെ ഈ ഹോളിൽ കൂടെ കടന്ന് ലൈറ്റ് സെൻസറിലെത്തും, പിന്നെ ഈ ഹോളിൽ കൂടെ കിടക്കും, ഈ ഹോളിൽ കൂടെ കിടക്കും. അപ്പോൾ അതിങ്ങനെ കൗണ്ട് ചെയ്യുമ്പോഴേക്കും ഇതിന് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എത്ര ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് എത്ര ആംഗിൾ അത് റൊട്ടേറ്റ് ചെയ്തു എന്ന് ഈസി ആയിട്ട് മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സംഭവം. അപ്പം LED ലൈറ്റ് എമിറ്റ് ചെയ്യും, ഈ ഹോളിൽ കൂടെ കടന്ന് ലൈറ്റ് സെൻസറിലെത്തും. അത് എത്ര തവണ ലൈറ്റ് സെൻസറിൽ എത്തുന്നു എന്ന് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു എന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാം. നമ്മുടെ ആക്ച്വൽ കേസിൽ ഇത്രയും ഗ്യാപ്പിലായിരിക്കത്തില്ല ഹോൾസ്, വളരെ ക്ലോസ് ആയിട്ടുള്ള അടുത്തടുത്തായിരിക്കും ഹോൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഡിസ്കിലാണെങ്കിൽ നമുക്ക് 30 ഡിഗ്രി അകലത്തിലുള്ള ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമേ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ 0 നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ 30 ഡിഗ്രി നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. 30 ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ 60 ഡിഗ്രി, പിന്നെ 90 ഡിഗ്രി, അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഇത്രയും ഗ്യാപ്പ് ഉണ്ട്, 30 ഡിഗ്രീസിൻ്റെ ഗ്യാപ്പ് ഉണ്ട് ഓരോ ഹോൾസിലും. പക്ഷേ ആക്ച്വൽ ആയിട്ടുള്ള കേസിൽ ഈ ഹോൾസ് എല്ലാം വളരെ അടുത്തായിരിക്കും. ഈ ഹോൾസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഹോൾസിൻ്റെ ആവശ്യമുള്ളൂ. മോസ്റ്റ് പ്രോബബ്ലി ഒരു 360 ഹോൾസ് തന്നെ ഈ ഡിസ്കിൻ്റെ അകത്തുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഓരോ 1 ഡിഗ്രി 2 ഡിഗ്രി 3 ഡിഗ്രി അത്രയും ചെറിയ റെസൊല്യൂഷൻ, അങ്ങനെ ഈച്ച് ഡിഗ്രിയിലുള്ള ഡയമെൻഷൻസ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വളരെ ചെറിയ, വളരെ ഒരു ഗ്യാപ്പൊക്കെ വളരെ കുറച്ച് ഹോൾസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. നമുക്കങ്ങനെ വരയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്രയും കുറച്ച് ഹോൾസ് മാത്രം ഫിഗറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സാധാരണ കോമൺ ആയിട്ട് 3 ട്രാക്സുകളിലുള്ള ഹോൾസാണ് സാധാരണ ഈ ഇൻക്രിമെൻ്റൽ എൻകോഡേഴ്സിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ട്രാക്കിനെ ഔട്ടർ ട്രാക്ക് എന്ന് പറയും, അതാണ് ആക്ച്വലി ഇവിടെ വരച്ചിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ മിഡിൽ ട്രാക്ക് കാണും, കൂടാതെ തന്നെ ഇന്നർ ട്രാക്കും കാണും. ഇത് ഓരോന്നിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്, അതിന് വേണ്ടിയാണ് ഈ മൾട്ടിപ്പിൾ ട്രാക്സ് കൊടുത്തിട്ടുള്ളത്. സാധാരണ കോമൺ ആയിരിക്കുന്ന 3 ട്രാക്സ് ആയിരിക്കും ഈ ഇൻക്രിമെൻ്റൽ എൻകോഡേഴ്സിൽ കൊടുത്തിട്ടുള്ളത്. ഇന്നർ മോസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ, അതായത് ഏറ്റവും ഉള്ളിലുള്ള ട്രാക്കിന് ആക്ച്വലി ആ ഹോളിൻ്റെ വിഡ്ത്ത് കൂടുതലായിരിക്കും. മാത്രവുമല്ല മിക്കവാറും ഒരു ഹോൾ മാത്രമേ ആ ഇന്നർ ട്രാക്കിൽ കാണത്തുള്ളൂ. ഈ കാണുന്ന ഒരൊറ്റ ഹോൾ മാത്രമേ ഇന്നർ ട്രാക്കിൽ കാണത്തുള്ളൂ. അതാണ് അതിൻ്റെ ഡാറ്റം പൊസിഷൻ അല്ലെങ്കിൽ റെഫറൻസ് പൊസിഷനായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ഡിസ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു 360 ഡിഗ്രി റൊട്ടേഷൻ സംഭവിച്ചാൽ ഈ ഇന്നർ ട്രാക്കിൽ കൂടെ ഒരു തവണ മാത്രമേ ലൈറ്റ് അപ്പുറത്തെ ലൈറ്റ് സെൻസറിൽ എത്തത്തുള്ളൂ. അങ്ങനെ ആ ലൈറ്റ് സെൻസറിൽ എത്തുന്ന ആ സിഗ്നൽ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഡിസ്ക് എത്ര RPM റൊട്ടേറ്റ് ചെയ്തു എന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാം. അപ്പം അങ്ങനെ എത്ര RPM മെഷർ ചെയ്യാൻ വേണ്ടിയും അതിൻ്റെ ഡാറ്റം പൊസിഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്നർ ട്രാക്ക് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഹോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് വിഡ്ത്ത് കൂടുതലായിരിക്കും. മിക്കവാറും അതിൽ ഒരു ഹോൾ മാത്രമേ ഇന്നർ ട്രാക്കിൽ ഉണ്ടാവുകയുള്ളൂ. ബാക്കി ഔട്ടർ ട്രാക്കിലും മിഡിൽ ട്രാക്കിലും ഈക്വൽ സെറ്റ് ഓഫ് ഹോൾസ് കൊടുത്തിരിക്കും. ഒരേ നമ്പറിലുള്ള ഹോൾസ് തന്നെയായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഇവിടെ 12 ഹോൾസ് ആണെങ്കിൽ ഔട്ടർ ട്രാക്കിൽ 12 ഹോൾസ് ആണെങ്കിൽ മിഡിൽ ട്രാക്കിലും 12 ഹോൾസ് തന്നെയായിരിക്കും ഉള്ളത്. പക്ഷേ ഈ ഹോൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ചെറിയൊരു ഓഫ്സെറ്റ് വെച്ചിട്ടാണ്. അതായത് നിങ്ങളിവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഈ ഔട്ടർ ട്രാക്കിൽ ഈ ഒരു ഹോളുണ്ട്, അതിൻ്റെ വിഡ്ത്തിൻ്റെ മിഡിൽ പൊസിഷനിൽ നിന്നാണ് മിഡിൽ ട്രാക്കിലുള്ള അടുത്ത ഹോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഹാഫ് വിഡ്ത്ത് ഓഫ്സെറ്റ് കൊടുത്തിട്ടാണ് ഈ ഹോൾസ് എല്ലാം, ഈ മിഡിൽ ട്രാക്കിലുള്ള ഹോൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാണാൻ അറിയാം, ഈ ഹോളിൻ്റെ നേരെ താഴെയല്ലോ ഈ ഹോള്, ഈ ഹോളിൻ്റെ വിഡ്ത്തിൻ്റെ മിഡിൽ പൊസിഷൻ, അവിടെ നിന്നാണ് അടുത്ത ഹോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഈ മിഡിൽ ട്രാക്കിലുള്ള ഹോൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ ഡിസ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പം ഏത് ഡയറക്ഷനിലോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഔട്ടർ ട്രാക്കും മിഡിൽ ട്രാക്കും ഉള്ളത്. ഈ ഔട്ടർ ട്രാക്കും മിഡിൽ ട്രാക്കും ഇങ്ങനെ ഓഫ്സെറ്റ് കൊടുത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ ഡിസ്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുമ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് പൾസേറ്റിംഗ് ആയിട്ടുള്ള ഔട്ട്പുട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പം ക്രിയേറ്റ് ആവുന്ന പൾസേറ്റിംഗ് ഔട്ട്പുട്ടും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഓഫ്സെറ്റ് കൊടുത്തിട്ടുള്ള ഒരു ഹാഫ് വിധത്തിലുള്ള ഒരു ഓഫ്സെറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പം അതായത് ആക്ച്വലി ഈ ഔട്ടർ ട്രാക്കും മിഡിൽ ട്രാക്കും ഉപയോഗിക്കുന്നത് അതിൻ്റെ ഡയറക്ഷൻ കണ്ടെത്താൻ വേണ്ടിയാണ്. ഏത് ഡയറക്ഷനിലോട്ടാണ് ഈ റൊട്ടേഷൻ സംഭവിക്കുന്നത്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ടാണോ അതോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ടാണോ ഈ റൊട്ടേഷൻ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഔട്ടർ ട്രാക്കും മിഡിൽ ട്രാക്കും ഉള്ളത്. ഇന്നർ ട്രാക്ക് എന്നുള്ളത് അതിൻ്റെ ഡാറ്റം പൊസിഷൻ, റെഫറൻസ് പൊസിഷൻ മനസ്സിലാക്കാനും എത്ര RPM എന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് ഇന്നർ ട്രാക്ക് ഉപയോഗിക്കുന്നത്. അപ്പം ഇങ്ങനെ മൾട്ടിപ്പിൾ ട്രാക്സ് ഈ ഡിസ്കിൽ കാണും. അതിനനുസരിച്ച് LEDസും കാണും, ലൈറ്റ് സെൻസേഴ്സും കാണും. അതിൻ്റെ റൊട്ടേഷൻ അനുസരിച്ച് ഒരു പൾസേറ്റിംഗ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന. ആ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് എത്ര ഡിഗ്രീസ് അത് റൊട്ടേറ്റ് ചെയ്തു, ഏത് ഡയറക്ഷനിലോട്ടാണ് റൊട്ടേറ്റ് ചെയ്തത്, എത്ര RPM ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ ഫിഗറിൽ ഇത്രയും വളരെ കുറച്ച് ഹോൾസേ വരച്ചിട്ടുള്ളൂ എന്നേ ഉള്ളൂ. പക്ഷേ ആക്ച്വലായിട്ടുള്ള ഇൻക്രിമെൻ്റൽ എൻകോഡേഴ്സിൽ ഒരുപാട് ഹോൾസ് കാണും. മോസ്റ്റ് പ്രോബബ്ലി 3 ട്രാക്സ് ഓഫ് ഹോൾസ് ഉണ്ടായിരിക്കും. ഇതിലൊരു ട്രാക്കേ ഉള്ളൂ, 3 ട്രാക്ക് ഓഫ് ഹോൾസ് ഉണ്ടായിരിക്കും. ഒരുപാട് ഹോൾസും കാണും. വളരെ കൺജസ്റ്റഡ് ആയിട്ട് ഗ്യാപ്പ് വളരെ കുറച്ച് ഒരുപാട് സെറ്റ് ഓഫ് ഹോൾസും ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയാണ് ഈ ഇൻക്രിമെൻ്റൽ എൻകോഡറിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഈ ഫിഗർ ഈസി ആയിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കും. ഈ ഫിഗർ വരയ്ക്കുക, വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുക ആണ് ഒപ്റ്റിക്കൽ എൻകോഡേഴ്സിൽ ഇൻക്രിമെൻ്റൽ എൻകോഡർ എന്ന് പറയുന്ന സംഭവം. സാധാരണ എക്സാമിന് ഒപ്റ്റിക്കൽ എൻകോഡേഴ്സ് ചോദിക്കാൻ മിക്കവാറും നമുക്ക് ഇൻക്രിമെൻ്റൽ എൻകോഡേഴ്സും അതുപോലെ തന്നെ അബ്സല്യൂട്ട് എൻകോഡേഴ്സും നമുക്ക് എഴുതേണ്ടതായിട്ട് വരും. കാരണം ഫിഗറൊക്കെ സിമ്പിളാണ്, എക്സ്പ്ലെയിൻ ചെയ്യാനും വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ 10 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഇൻക്രിമെൻ്റൽ എൻകോഡേഴ്സും അബ്സല്യൂട്ട് എൻകോഡേഴ്സും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും 10 മാർക്കിനാണെങ്കിൽ. അപ്പോൾ നമുക്കിപ്പോൾ അബ്സല്യൂട്ട് എൻകോഡേഴ്സിനെ പറ്റി പഠിക്കാം. ഈ അബ്സല്യൂട്ട് എൻകോഡർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡാറ്റം പൊസിഷനോ റെഫറൻസ് പൊസിഷനോ ഒന്നുമില്ല. ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ആ ഡിസ്ക് എത്ര റൊട്ടേറ്റ് ചെയ്തു, എത്ര ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ അബ്സല്യൂട്ട് എൻകോഡേഴ്സ് ഉള്ളത്. ഇതിലെങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു ഡിഫറൻ്റ് ആയിട്ടൊരു അപ്രോച്ചാണ് ഈ ഒരു അബ്സല്യൂട്ട് എൻകോഡറിൽ യൂസ് ചെയ്യുന്നത്. ഇതിലും മൾട്ടിപ്പിൾ ട്രാക്സ് കാണും. ഒരു ട്രാക്ക് ആയിരിക്കത്തില്ല, ഒന്നിൽ കൂടുതൽ ട്രാക്സ് കാണും. 3 ട്രാക്കൊന്നൊന്നുമല്ല. ഈ 3 ട്രാക്ക് വരച്ചിരിക്കുന്നത് തന്നെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയാണ്, സിമ്പിളായിട്ട് വരയ്ക്കാൻ വേണ്ടിയാണ് ഈ 3 ട്രാക്ക് കൊടുത്തിട്ടുള്ളത്. ആക്ച്വലായിട്ടുള്ള അബ്സല്യൂട്ട് എൻകോഡറിൽ 8 or 10 ട്രാക്സ് ഉണ്ടാവും. അത്രത്തോളം ട്രാക്സ് ഉള്ളതായിരിക്കും അബ്സല്യൂട്ട് എൻകോഡർ ആക്ച്വലായിട്ടുള്ള ഈ എൻകോഡറിൽ. ഫിഗറിൽ 2-3 ട്രാക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ഇപ്പം 3 ട്രാക്കിൻ്റെ ഒരു എൻകോഡറാണ് വരച്ചിട്ടുള്ളത്. 3 ട്രാക്ക് ഉള്ളതുകൊണ്ട് തന്നെ 3 LEDസും കാണും. ആ ഹോൾസ് വഴി പുറത്തെത്തുന്ന ലൈറ്റിനെ സെൻസ് ചെയ്യാനായിട്ട് ലൈറ്റ് സെൻസേഴ്സും 3 എണ്ണം കൊടുത്തിരിക്കും. ഇവിടെ സംഭവം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഡിസ്കിനെ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് സെക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യും. ആ സെക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്ന എന്ത് ബേസാണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം നോക്കാം, 3 സെറ്റ് ഓഫ് ഹോൾസ്, 3 സെറ്റ് ഓഫ് ട്രാക്സ് ഉണ്ടെന്ന് പറഞ്ഞു. 1, 2, 3 ഇങ്ങനെ 3 ട്രാക്കാണുള്ളത്. അതുകൊണ്ടാണ് 3 LED 3 സെൻസേഴ്സും കൊടുത്തിട്ടുള്ളത്. ഈ 3 ട്രാക്കാണ് ഉള്ളത് എങ്കിൽ ആ ട്രാക്കിനെ നമ്മൾ ഒരു സെറ്റ് ഓഫ് ട്രാക്കിനെ നമ്മൾ 8 സെക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യും. ഡിസ്കിനെ 8 സെക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ 8 എന്ന് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ 3 ട്രാക്കാണ് ഉള്ളതെന്ന് പറഞ്ഞു. 2⁻³ എത്രയാണെന്ന് എടുക്കുക. 2⁻³ = 8 ആണ്. ആ 8 എന്നുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ആ ഡിസ്കിനെ 8 സെക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇത് ആദ്യത്തെ സെക്ടർ, ഇത് രണ്ടാമത്തത്, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ, ഏഴാമത്തെ, എട്ടാമത്തെ, അങ്ങനെ 8 സെക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ലെറ്റ്സ് സേ ഇവിടെ ഇപ്പം 4 ട്രാക്സ് ആണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇവിടെ 4 LEDs ആയിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ 2⁻4 എത്രയാണ്? 16. ആ 16 സെക്ടേഴ്സ് ഇവിടെ ഉണ്ടാകുമായിരുന്നു. അതായത് ഇവിടെ 8ന് പകരം 16 സെക്ടേഴ്സായിട്ട് ഈ ഡിസ്കിനെ ഡിവൈഡ് ചെയ്യുമായിരുന്നു. മാത്രമല്ല ഈ ഓരോ സെക്ടറിനെയും ഒരു ബൈനറി നമ്പർ ഉപയോഗിച്ചാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബൈനറി നമ്പർ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആദ്യത്തെ സെക്ടറിനെ 000 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ സെക്ടറിനെ 001 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ സെക്ടറിനെ 010. അതായത് നിങ്ങൾക്ക് ഈ ബൈനറി അറിയാമല്ലോ, 0, 1, 10, 11, 100, 101, 110, 111 അങ്ങനെ ഒരു ബൈനറി നമ്പർ വെച്ചിട്ടാണ് ഈ സെക്ടേഴ്സിനെ നമ്മൾ നെയിം ചെയ്യുന്നത്.
ഈ ബൈനറി നമ്പർ ഇവിടെ 3 ട്രാക്കാണ് ഉള്ളതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ 3 ഡിജിറ്റിൻ്റെ ബൈനറി നമ്പർ ഉള്ളത്. ഇവിടെ 4 ട്രാക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ 4 ഡിജിറ്റിൻ്റെ ബൈനറി നമ്പർ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ സെക്ടേഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. കാരണം 4 ഡിജിറ്റിൻ്റെ ബൈനറി നമ്പർ കൊണ്ട് 16 സെക്ടേഴ്സിനെ നമുക്ക് നെയിം ചെയ്യാൻ ഒക്കുകയുള്ളൂ. 16 സെക്ടേഴ്സ് എങ്ങനെ കിട്ടുമെന്ന് അറിയാമല്ലോ. ഇവിടെ 4 ട്രാക്ക് ഉണ്ടെങ്കിൽ 2⁴ അത് 16. ആ 16 സെക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സെക്ടറിനും 4 ഡിജിറ്റ് ബൈനറി നമ്പർ കൊണ്ട് നെയിം ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഈ നെയിം ചെയ്യുന്നതും സെക്ടറായിട്ട് ഡിവൈഡ് ചെയ്യുന്നതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കണ്ട ഇൻക്രിമെൻ്റൽ എൻകോഡേഴ്സിനെ പോലെ ഔട്ടർ ട്രാക്കിലും മിഡിൽ ട്രാക്കിലും ഈക്വൽ സെറ്റ് ഓഫ് ഹോൾസ് കൊടുത്തിരിക്കുന്ന പോലത്തെ ആ ഒരു ലോജിക്കല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഓരോ സെക്ടറിലും ഓരോ രീതിയിലായിരിക്കും ഹോൾസ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ 3 ട്രാക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഫിഗറിൽ 3 ട്രാക്ക് ഉണ്ട്. ആ 3 ട്രാക്കിലും ഓരോ സെക്ടറിലും ഓരോ രീതിയിലായിരിക്കും ഹോൾസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആദ്യത്തെ സെക്ടർ നോക്കുക. ഇവിടെ 0 0 0 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ 0 0 റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹോൾ ഇല്ല എന്നാണ്. ഇവിടെ 0 0 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഹോളൊന്നും ഇല്ല എന്നാണ് കാണിക്കുന്നത്. അതേസമയം 0 0 1 ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 1 എന്നുള്ള ഏറ്റവും ഇന്നർ മോസ്റ്റ് എന്ന ഇതെന്ന് പറയാം. അപ്പോൾ ആ ഇന്നർ മോസ്റ്റ് ട്രാക്കിലായിരിക്കും ഹോൾ കൊടുത്തിട്ടുള്ളത്. ആ പൊസിഷനിൽ മാത്രമേ, ആ ട്രാക്കിൽ മാത്രമേ ഹോൾ കൊടുത്തിരിക്കുകയുള്ളൂ. ബാക്കി 0 വരുന്ന ആ പൊസിഷനിലൊന്നും ഹോൾ കൊടുക്കത്തില്ല. ഇവിടെ ഈ സെക്ടർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന 0 1 0 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സെക്ടറിൽ ആദ്യത്തെ ട്രാക്കിൽ ഹോൾ കാണത്തില്ല. ഈ സെക്ടറിൽ ആദ്യത്തെ ട്രാക്കിൽ ഹോൾ കാണത്തില്ല. മൂന്നാമത്തെ ട്രാക്കിൽ ഹോൾ കാണത്തില്ല. നടുക്കത്തെ ട്രാക്കിലായിരിക്കും ഹോൾ ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ 100 എന്നാണ് ഈ സെക്ടറിനെ നമ്മൾ നെയിം ചെയ്തത്. 100 എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഏറ്റവും ഔട്ടർ ട്രാക്കിൽ മാത്രമേ ഹോൾ കാണത്തുള്ളൂ. ബാക്കിയുള്ള ഇന്ന 2 ട്രാക്കിലും ഹോൾ കാണത്തില്ല. 0 0 വരുന്നതുകൊണ്ട് ഹോൾ കാണത്തില്ല. അങ്ങനെ ഓരോ സെക്ടറിലും ഓരോ രീതിയിലാണ് ഹോൾസ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ നെയിം ചെയ്യുന്നത് എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്താണ് ഹോൾ കൊടുക്കുന്നത്. ഇവിടെ 1 1 1 എന്നാണ് നെയിം. അതായത് ഈ ഔട്ടർ ട്രാക്കിലും മിഡിൽ ട്രാക്കിലും ഇന്നർ ട്രാക്കിലും ഹോൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ LED എന്നുള്ള ലൈറ്റ് ഹോൾസ് വഴി അകത്ത് കയറി സെൻസറിലോട്ട് എത്തും. അപ്പം ഈ കേസിലാണെങ്കിൽ ഈ സെക്ടറിലാണ് ആ ഡിസ്ക് കറങ്ങി നിൽക്കുന്ന LED-യുടെ ആ പൊസിഷനിൽ ഡിസ്ക് കറങ്ങി നിൽക്കുന്നത് എങ്കിൽ ഒരു ലൈറ്റും ഇപ്പോഴത്തെ സെൻസറിലോട്ട് എത്തത്തില്ല. കാരണം ഇവിടെ 3 ട്രാക്കിലും ഈ സെക്ടറിൽ വരുന്ന 3 ട്രാക്കിലും ഹോളൊന്നുമില്ല. അതേസമയം ഈ പൊസിഷനിലാണ് അത് കറങ്ങി നിൽക്കുന്നത് എങ്കിൽ, ആ ഡിസ്ക് കറങ്ങി നിൽക്കുന്നത് എങ്കിൽ ഔട്ടർ സെക്ടറിലും ഔട്ടർ ട്രാക്കിലും ഇന്നർ ട്രാക്കിലും ഹോൾസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് ഒന്നും ഉണ്ടാവുകയില്ല. അതേസമയം ഇന്നർ ട്രാക്കിൽ ഹോൾസ് ഉണ്ട്. അതിൽ നിന്നുള്ള ലൈറ്റ് ആയിരിക്കും സെൻസറിലോട്ട് എത്തുന്നത്. അതിന് ആ ഔട്ട്പുട്ട് ബേസ് ചെയ്ത് അതിന് ഈസി ആയിട്ട് മനസ്സിലാക്കാനൊക്കും അത് 0 0 1 എന്ന പൊസിഷനിലാണ് ഈ ഡിസ്ക് വന്ന് നിൽക്കുന്നതെന്ന്. അങ്ങനെ ഈ റൊട്ടേഷൻ അനുസരിച്ച് ഏത് പൊസിഷനിലാണ് ഡിസ്ക് വന്ന് നിൽക്കുന്നത് എന്ന് ഈ LED ഉള്ള ലൈറ്റ് എമിറ്റ് ചെയ്ത് സെൻസറിൽ എത്തുന്നത്, ഏതൊക്കെ ലൈറ്റാണ് സെൻസറിൽ എത്തുന്നത് എന്ന് ബേസ് ചെയ്ത് ഈസി ആയിട്ട് മനസ്സിലാവുക. ഇപ്പം ഈ 3 LED എന്നുള്ള ലൈറ്റ് ഈ 3 സെൻസറിലും എത്തുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പൊസിഷനിൽ നിൽക്കുന്നു എന്നാണ്. കാരണം ഇവിടെയാണ് 3 ഹോൾസ് ഉള്ളത്, 3 ട്രാക്കിലും ഹോൾസ് ഉള്ളത് ഈ ഒരു സെക്ടറിലാണ്. അങ്ങനെയാണെങ്കിൽ 1 1 1 എന്ന സെക്ടറിലായിരിക്കും സെക്ടറിലാണ് ഈ ഡിസ്ക് കറങ്ങി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പം എവിടെയാണോ വന്ന് കറങ്ങി നിൽക്കുന്നത് ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ആ ട്രാക്കിലോട്ട് എത്താനായിട്ട് എത്ര ആംഗിൾ അത് ട്രാവൽ ചെയ്ത് അല്ലെങ്കിൽ എത്ര ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ ഉണ്ടായി എന്ന് ഈസി ആയിട്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് അബ്സല്യൂട്ട് എൻകോഡറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ അബ്സല്യൂട്ട് എൻകോഡർ ആയതുകൊണ്ട് ഒരു ഡാറ്റം പൊസിഷൻ, റെഫറൻസ് പൊസിഷൻ അങ്ങനെയൊന്നുമില്ല. പ്രീവിയസ് ഇനിഷ്യലായിട്ടുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ പ്രീവിയസ് പൊസിഷനിൽ നിന്ന് എത്ര ആംഗുലർ ഡിസ്റ്റൻസും ചേഞ്ച് ഉണ്ടായി എന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഫിഗറിൽ സിമ്പിളായിട്ട് വരയ്ക്കാൻ വേണ്ടിയാണ് ഈ 8 സെക്ടേഴ്സായിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലായിട്ടുള്ള എക്യുപ്മെൻറ്റിൽ ഈ 8 സെക്ടേഴ്സ് ഒന്നും ആയിട്ടായിരിക്കത്തില്ല ഡിവൈഡ് ചെയ്യുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഇവിടുത്തെ ട്രാക്കിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 8 or 10 ട്രാക്സ് ഒക്കെ ആയിരിക്കും. അതായത് 2⁻10 അത്രയും സെക്ടേഴ്സ് ആയിട്ടൊക്കെ ഈ ഡിസ്കിനെ ഡിവൈഡ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ മേ ബി 2⁻10 എന്ന് പറയുന്ന 1024 സെക്ടേഴ്സ് ഈ ഒരു ഡിസ്കിൽ കാണും. അതെല്ലാം വളരെ മൈന്യൂട്ടായിട്ടുള്ള സെക്ടേഴ്സ് ആയിരിക്കും, ഡിവിഷൻ ആയിരിക്കും കൊടുത്തിട്ടുള്ളത്. ലൈറ്റ് സെൻസ് ചെയ്യാനായിട്ട് ഒരു 10 LED ഇവിടെ കാണും, 10 ലൈറ്റ് സെൻസേഴ്സ് കാണും. അതിനനുസരിച്ച് വളരെ ആക്യുറേറ്റ് ആയിട്ട് എത്ര ആംഗുലർ ഡിസ്റ്റൻസ് അതിൽ മൂവ്മെൻറ്റ് ഉണ്ട്, എനിക്ക് ഒന്ന് 0.35 അത്രയും റെസൊല്യൂഷനിൽ അത്രയും വരെ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും, 10 ട്രാക്കൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അത്ര വളരെ ആക്യുറേറ്റ് ആയിട്ട് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന സെൻസർ ആണ് ഈ ഒരു ഒപ്റ്റിക്കൽ എൻകോഡർ എന്ന് പറയുന്ന ഡിവൈസ്. അപ്പം ഇതാണ് ഒപ്റ്റിക്കൽ എൻകോഡേഴ്സ് എന്ന് പറയുന്ന സംഭവം. ഇനി നമുക്ക് അടുത്തതായിട്ട് ന്യൂമാറ്റിക് സെൻസേഴ്സ് എന്ന് പറയുന്ന കാര്യവും കൂടെ നമുക്ക് നോക്കാം. ഈ ന്യൂമാറ്റിക് സെൻസേഴ്സിൽ സംഭവിക്കുന്നത്, ഈ ന്യൂമാറ്റിക് സെൻസർ എന്ന് പറഞ്ഞാൽ ന്യൂമാറ്റിക്സ് എയറിൻ്റെ പ്രഷർ ബേസ് ചെയ്താണ് ഇതിൽ
സെൻസർ വർക്ക് ചെയ്യുന്നത്. ഇത് ഈ ന്യൂമാറ്റിക് സെൻസർ എന്ന് പറഞ്ഞ ഒരു പ്രോക്സിമിറ്റി സെൻസറാണ്. അതായത് ഈ സെൻസറിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ സെൻസറിൻ്റെ മുന്നിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടോ, എന്തെങ്കിലും എക്സ്റ്റേണൽ ബോഡി ഉണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്ട് ചെയ്യുന്ന സെൻസറാണ് ഈ പ്രോക്സിമിറ്റി സെൻസർ. ഇത് ന്യൂമാറ്റിക്സിൻ്റെ പ്രിൻസിപ്പിളിലാണ് ഈ ഒരു സെൻസർ വർക്ക് ചെയ്യുന്നത്. ഇതിലെങ്ങനെയെന്ന് പറഞ്ഞാൽ 2 കണ്ടീഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് സെൻസർ എന്ന് പറയുന്നത്. ഇവിടെ ഒബ്സ്ട്രക്ഷൻ ഒന്നും ഇല്ലാത്തൊരു കേസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉള്ള കണ്ടീഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിലെങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു ലോ പ്രഷർ എയർ ആ സെൻസറിലുള്ള ഔട്ട്ലെറ്റ് വഴി ഇങ്ങനെ പുറത്തോട്ട് എസ്കേപ്പ് ചെയ്തുകൊണ്ടിരിക്കും. മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്സ് കാണും. ഇവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, ഇവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, ഇവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഈ ഔട്ട്ലെറ്റ് കൂടെയെല്ലാം ഒരു ലോ പ്രഷർ എയർ ഇങ്ങോട്ട് പുറത്തോട്ട് വിട്ടുകൊണ്ടിരിക്കും. ഇവിടെ ഒരു ഒബ്സ്ട്രക്ഷനും ഇല്ല എങ്കിൽ ഈ വരുന്ന ലോ പ്രഷറിലുള്ള വരുന്ന എയർ വളരെ ഫ്രീ ആയിട്ട് അങ്ങ് അറ്റ്മോസ്ഫിയറിലോട്ട് അങ്ങ് എസ്കേപ്പ് ചെയ്യും. ഇവിടെ വേറെ ഒബ്സ്ട്രക്ഷൻ ഒന്നും ഇല്ല എങ്കിൽ ഈ ഫ്രീ ആയിട്ട് അങ്ങ് അറ്റ്മോസ്ഫിയറിലോട്ട് അങ്ങ് എസ്കേപ്പ് ചെയ്യും. അതായത് ലോ പ്രഷറിൽ വരുന്ന എയറിൻ്റെ പ്രഷർ വേരിയേഷൻ ഒന്നും ഉണ്ടാകുന്നില്ല, പ്രഷർ കുറയുന്നതേ ഉള്ളൂ. ഇവിടെ ഒബ്സ്ട്രക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അറ്റ്മോസ്ഫിയറിലോട്ട് എയർ അങ്ങ് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഒബ്സ്ട്രക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പ്രഷർ ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്ന സിറ്റുവേഷനൊന്നും ഇവിടെ ഇല്ല. ഇവിടെ വെച്ച് അത് അറ്റ്മോസ്ഫിയറിലോട്ട് അല്ലെങ്കിൽ പുറത്തോട്ട് പോകുന്ന ആ പ്രഷർ എത്രയാണെന്ന് ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം കാണും. ഇവിടുത്തെ ഈ ഏരിയയിലുള്ള ഈ പൊസിഷനിലുള്ള അല്ലെങ്കിൽ ഈ പാർട്ടിലുള്ള പ്രഷർ എത്രയാണെന്ന് മെഷർ ചെയ്യാനായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം ഇതിൻ്റെ ഈ സെൻസറിൻ്റെ കൂടെ തന്നെ കാണും. ഇവിടെ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ വരികയാണെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ എയർ ഈ ഔട്ട്ലെറ്റ് വഴി പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ ഈ പോർഷനിലോട്ട് അടുത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് സംഭവിക്കും. ഇവിടെ ഈ ഒരു ഒബ്ജക്റ്റ് ഒന്ന് അടുത്തോട്ട് കയറുകയാണെങ്കിൽ ഇവിടെ ഫ്രീ ആയിട്ട് ആ എയറിന് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അത് കാരണം ഈ പോർഷനിൽ, അതായത് ഈ ഔട്ട്ലെറ്റ് വരുന്ന ഈ പോർഷനിലുള്ള ആ ഒരു എയറിന് പ്രഷർ ചെറുതായിട്ടൊരു വേരിയേഷൻ സംഭവിക്കും. പ്രഷർ ഈ പോർഷനിൽ മാത്രം ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യും. ആ ഇൻക്രീസ് ചെയ്യുന്ന ആ എയറിൻ്റെ പ്രഷർ ഈസി ആയിട്ട് നമുക്ക് അവിടെയുള്ള എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് പ്രഷർ ഡിറ്റക്ടേഴ്സ് ഉപയോഗിച്ച് ഈസി ആയിട്ട് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം പെട്ടെന്ന് ഇവിടുത്തെ ഫ്രീ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന എയറിൽ പെട്ടെന്ന് അവിടുത്തെ എയറിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുക എന്ന് എക്യുപ്മെൻറ്റ് ഉപയോഗിച്ച് കണ്ടെത്തിയാൽ അതിൻ്റെ മീനിങ് എന്തെന്ന് വെച്ചാൽ ഇവിടെ എന്തോ ഒരു ഒബ്സ്ട്രക്ഷൻ ഈ സെൻസറിൻ്റെ ഈ ഒരു പോർഷനിൽ വന്നിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് എസ്കേപ്പ് ചെയ്യുന്ന എയറിൻ്റെ പ്രഷർ ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ അടുത്ത് എന്തോ ഒരു ഒബ്സ്ട്രക്ഷൻ, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ബോഡി വന്നു, അത് എയറിൻ്റെ ഫ്രീ മൂവ്മെൻറ്റിനെ തടയുന്നു എന്ന രീതിയിലായിരിക്കും എയറിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. അതുവഴി നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്തോ ഒരു ഒബ്സ്ട്രക്ഷൻ ഈ സെൻസറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതായത് ആ പ്രോക്സിമിറ്റിയിൽ, ആ സെൻസറിൻ്റെ പ്രോക്സിമിറ്റിയിൽ, അതിൻ്റെ കവറേജ് ഏരിയയിൽ എന്തോ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ വഴി ഫ്രീ ആയിട്ട് എസ്കേപ്പ് ചെയ്യുന്ന എയറിൻ്റെ പ്രഷർ ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യുന്നെങ്കിലാണ്. ആ പ്രഷറിൻ്റെ ഇൻക്രീസ് അത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പ്രഷർ സെൻസേഴ്സ് വേറെയുണ്ട്. അങ്ങനെ പ്രഷർ സെൻസേഴ്സ് ഉപയോഗിച്ചായിരിക്കും ഇൻക്രീസ് ഓഫ് പ്രഷർ മെഷർ ചെയ്തെടുക്കുന്നത്. അത് ഇവിടെ വരച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഇതിൽ കാണും. ആ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചാണ് ഇവിടുത്തെ പ്രഷർ മെഷർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് മെഷർ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ ആ പ്രഷർ ഒന്ന് ഇൻക്രീസ് ആവുന്നത് ആ സമയത്ത് അതവിടെ സിഗ്നൽ കൊടുക്കും എന്തോ ഒരു ഒബ്സ്ട്രക്ഷൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. കാരണം ഒബ്സ്ട്രക്ഷൻ വന്നതുകൊണ്ടാണ് ഇവിടെ ഈ ഏരിയയിലുള്ള പ്രഷർ ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഒബ്സ്ട്രക്ഷനും ഇല്ലായിരുന്നുവെങ്കിൽ ഫ്രീ ആയിട്ട് അതങ്ങ് എസ്കേപ്പ് ആകുമായിരുന്നു. ഇവിടെ നിന്ന് ഈ ഇൻലെറ്റ് വഴി കയറുന്ന ഈ ഒരു എയർ എന്നുള്ളത് ഈസി ആയിട്ട് എസ്കേപ്പ് ആകുമായിരുന്നു. അതേസമയം ഇവിടെ ഈ ഒരു പോർഷനിൽ പെട്ടെന്നൊരു സഡനായിട്ടൊരു പ്രഷർ റൈസ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ എന്തോ ഒരു ഒബ്സ്ട്രക്ഷൻ വന്നു എന്നതാണ്. അപ്പോൾ ഈ ഔട്ട്ലെറ്റ് വഴി പോകുന്ന എയറിൻ്റെ പ്രഷർ മെഷർ ചെയ്ത് എപ്പോഴാണോ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അതിൻ്റെ പ്രോക്സിമിറ്റി, അതിൻ്റെ കവറേജ് ഏരിയയിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടോ എന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ന്യൂമാറ്റിക് സെൻസേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ കാറിലുള്ള പാർക്കിംഗ് സെൻസർ ഒരു പ്രോക്സിമിറ്റി സെൻസറാണ്. പക്ഷേ ആ സെൻസറൊന്നും ഈ രൂപത്തിലല്ല വർക്ക് ചെയ്യുന്നത്. ഈ ന്യൂമാറ്റിക് സെൻസറൊന്നും അല്ല അതിൽ വർക്ക് ചെയ്യുന്നത്. അത് വേറെ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. പക്ഷേ ആ ഒരു ആപ്ലിക്കേഷൻ, അതായത് ആ ഒരു പ്രോക്സിമിറ്റി സെൻസറിൻ്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനാണ് ഇവിടെ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഇത് ന്യൂമാറ്റിക്സിൻ്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് ഈ ഒരു സെൻസർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ന്യൂമാറ്റിക് സെൻസർ എന്ന് പറയുന്ന സംഭവം. ഇത് 10 മാർക്സിന് ചോദിക്കാൻ സാധ്യതയില്ല, 5 മാർക്സിനൊക്കെ ചോദിക്കുകയുള്ളൂ. പറ്റുമെങ്കിൽ ഈ 2 ഫിഗറും വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കും. ഒരു 5-6 സെൻറ്റൻസേ ഉള്ളൂ, സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഇൻലെറ്റ് വഴി കയറുന്ന എയർ ഫ്രീ ആയിട്ട് എസ്കേപ്പ് ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ അതിൻ്റെ അടുത്തോട്ട് വരികയാണെങ്കിൽ ആ പോർഷനുള്ള എയറിൻ്റെ പ്രഷർ സഡനായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യും. ആ ഇൻക്രീസ് ചെയ്യുന്ന പ്രഷർ നമ്മൾ ഡിറ്റക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാൻ എന്തോ ഒരു ഒബ്സ്ട്രക്ഷൻ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ന്യൂമാറ്റിക് സെൻസേഴ്സിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് 2 സെൻസേഴ്സ്. അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള സെൻസേഴ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പം താങ്ക് യു.